ഒരു പച്ചക്കായ ഉണ്ടെങ്കിൽ ചോറിനോടൊപ്പം കഴിക്കാവുന്ന നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. വളരെ ഈസിയായി വെക്കാവുന്ന ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പച്ചക്കായ തൊലി കളഞ്ഞ് ഇതേപോലെ അരിഞ്ഞ് ഒരു കറിക്കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 5-6 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് സ്റ്റൗ കത്തിച്ച് വേവിക്കാൻ വെക്കാം. ഒന്ന് എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. ഇതേപോലെ വലിപ്പത്തിലാണ് ഞാൻ കായ അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ സിമ്മിലിടുക. അത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ കറി കായൊക്കെ വെന്തിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഈ പച്ചക്കായ. ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഈസി കറിയാണിത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് 1 കപ്പ് തൈരും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ്. അധികം പുളിച്ച തൈരൊന്നും ചേർക്കരുത്. അപ്പോൾ കറിക്കൊരു സ്വാദം ഉണ്ടാവില്ല. മീഡിയം പുളിയുള്ള തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊന്ന് ഇറക്കി വെക്കുക. തിളച്ച് പോകരുത്. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കി വെച്ച് നമുക്ക് കടുക് വറുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇതേപോലെ ചതച്ച മുളക് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കറിയിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന കറിയാണ്. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി അടച്ചു വെക്കണം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം.